എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ ഡെയിലി ലൈഫിൽ യൂസ് ചെയ്യുന്ന വളരെ സിമ്പിളായിട്ടുള്ള കുറച്ച് ഇംഗ്ലീഷ് സെൻറ്റൻസസ് ആണ് നോക്കുന്നത്. തീർച്ചയായിട്ടും ഇംഗ്ലീഷ് പഠിച്ചു തുടങ്ങുന്നവർക്ക് വളരെ ഉപകാരപ്രദമായിട്ടുള്ള ഒരു വീഡിയോ ആയിരിക്കും ഇത്. സോ ഇത് നിങ്ങൾ അവസാനം വരെ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്തതിനെ ഒന്ന് അറിയിക്കുക. അവൻ എന്താണ് പറഞ്ഞത്? ഇതെങ്ങനെ ചോദിക്കും? വാട്ട് ഡിഡ് ഹി സേ? വാട്ട് ഡിഡ് ഹി സേ? സേ എന്ന് പറഞ്ഞാൽ പറയുക എന്നാണ്. വാട്ട് എന്ന് പറഞ്ഞാൽ എന്താണ് എന്നാണ്. കഴിഞ്ഞുപോയ ഒരു കാര്യത്തെക്കുറിച്ച് ആയതുകൊണ്ടാണ് അവിടെ ഡിഡ് യൂസ് ചെയ്തത്. സോ ഇതൊരു ചോദ്യമായിട്ട് ചോദിക്കുമ്പോൾ വാട്ട് ഡിഡ് ഹി സേ? വാട്ട് ഡിഡ് ഹി സേ? അവൻ എന്താണ് പറഞ്ഞത്? ഇനി അവൻ എന്താണ് അവളോട് പറഞ്ഞത്? അതെങ്ങനെ ചോദിക്കും? വാട്ട് ഡിഡ് ഹി സേ ടു ഹെർ? വാട്ട് ഡിഡ് ഹി സേ ടു ഹെർ? വാട്ട് ഡിഡ് ഹി സേ എന്ന് പറഞ്ഞാൽ നമ്മൾ ഓൾറെഡി കണ്ടു അവൻ എന്താണ് പറഞ്ഞത് എന്നാണ്. അപ്പം അവളോട് പറഞ്ഞത് എന്ന് ചോദിക്കാനാണ് ടു ഹെർ. വാട്ട് ഡിഡ് ഹി സേ ടു ഹെർ? അവൻ എന്താണ് അവളോട് പറഞ്ഞത്? വാട്ട് ഡിഡ് ഹി സേ ടു ഹെർ? ഇനി അത് സത്യമല്ലായിരുന്നു. അതെങ്ങനെ പറയും? ദാറ്റ് വാസ് നോട്ട് ട്രൂ. ദാറ്റ് വാസ് നോട്ട് ട്രൂ. ദാറ്റ് എന്ന് പറഞ്ഞാൽ അത്, വാസ് നോട്ട് ട്രൂ എന്ന് പറഞ്ഞാൽ സത്യമല്ലായിരുന്നു എന്നാണ്. ട്രൂ എന്ന് പറഞ്ഞാൽ സത്യം. അപ്പം അത് സത്യമല്ലായിരുന്നു എന്ന് പറയാനോ? ദാറ്റ് വാസ് നോട്ട് ട്രൂ. അങ്ങനെങ്കിൽ ഇതെങ്ങനെ പറയും? അവൻ പറഞ്ഞത് സത്യമല്ലായിരുന്നു. വാട്ട് ഹി സെഡ് വാസ് നോട്ട് ട്രൂ. വാട്ട് ഹി സെഡ് വാസ് നോട്ട് ട്രൂ. വാട്ട് ഹി സെഡ് എന്ന് പറഞ്ഞാൽ അവൻ പറഞ്ഞത് എന്നാണ് ഉദ്ദേശിക്കുന്നത്. സോ വാട്ട് ഹി സെഡ് വാസ് നോട്ട് ട്രൂ എന്ന് പറഞ്ഞാൽ അവൻ പറഞ്ഞത് സത്യമല്ലായിരുന്നു എന്നാണ് മീനിങ്. ഇനി അടുത്തത്, എനിക്ക് ആത്മവിശ്വാസമുണ്ട്. അതെങ്ങനെ പറയും? ഐ ആം കോൺഫിഡൻറ്റ്. ഐ ആം കോൺഫിഡൻറ്റ് എന്ന് പറഞ്ഞാൽ എനിക്ക് ആത്മവിശ്വാസമുണ്ട് എന്നാണ് മീനിങ്. ഐ ആം കോൺഫിഡൻറ്റ്. കോൺഫിഡൻറ്റ് എന്ന് പറഞ്ഞാൽ ആത്മവിശ്വാസം എന്നാണ്. സോ എനിക്ക് ആത്മവിശ്വാസമുണ്ട് എന്ന് പറയാൻ ഐ ആം കോൺഫിഡൻറ്റ്. ഇനി അടുത്തത്, വിട്ടുകൊടുക്കരുത്. അതെങ്ങനെ പറയും? ഡോണ്ട് ഗിവ് അപ്പ്. ഡോണ്ട് ഗിവ് അപ്പ്. ഗിവ് അപ്പ് എന്ന് പറഞ്ഞാൽ വിട്ടുകൊടുക്കുക എന്നാണ്. സോ വിട്ടുകൊടുക്കരുത് എന്ന് പറയാനാണ് ഡോണ്ട് ഗിവ് അപ്പ്. ഡോണ്ട് ഗിവ് അപ്പ്. ഇനി അടുത്തത്, നിന്റെ ജോലിയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. അതെങ്ങനെ പറയും? കോൺസെൻട്രേറ്റ് ഓൺ യുവർ വർക്ക്. കോൺസെൻട്രേറ്റ് ഓൺ യുവർ വർക്ക്. വർക്ക് എന്ന് പറഞ്ഞാൽ ജോലി. കോൺസെൻട്രേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക എന്നാണ് മീനിങ്. സോ നിന്റെ ജോലിയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക എന്ന് പറയാനാണ് കോൺസെൻട്രേറ്റ് ഓൺ യുവർ വർക്ക്. കോൺസെൻട്രേറ്റ് ഓൺ യുവർ വർക്ക്. അടുത്തത്, ഇത് നിങ്ങളെ ആശ്രയിച്ചിരിക്കുന്നു. അതെങ്ങനെ പറയും? ഇറ്റ്സ് അപ് ടു യു. ഇറ്റ്സ് അപ് ടു യു. അപ് ടു യു എന്ന് പറഞ്ഞാൽ നിങ്ങളെ ആശ്രയിച്ച് എന്നാണ്. സോ ഇത് നിങ്ങളെ ആശ്രയിച്ചിരിക്കുന്നു എന്നെങ്ങനെ പറയും? ഇറ്റ്സ് അപ് ടു യു. അടുത്തത്, നിനക്ക് ദാഹിക്കുന്നുണ്ടോ? അതെങ്ങനെ ചോദിക്കും? ആർ യു തേഴ്സ്റ്റി? ആർ യു തേഴ്സ്റ്റി? തേഴ്സ്റ്റ് എന്ന് പറഞ്ഞാൽ ദാഹം എന്നാണ്. സോ ദാഹിക്കുന്നുണ്ടോ എന്ന് ചോദിക്കാനാണ് ആർ യു തേഴ്സ്റ്റി? ആർ യു തേഴ്സ്റ്റി? ഇനി അടുത്തത്, എന്താണ് സംഭവിച്ചതെന്ന് എന്നോട് പറയൂ. അതെങ്ങനെ പറയും? ടെൽ മീ വാട്ട് ഹാപ്പൻഡ്. ടെൽ മീ വാട്ട് ഹാപ്പൻഡ്. ടെൽ മീ എന്ന് പറഞ്ഞാൽ എന്നോട് പറയൂ എന്നാണ്. വാട്ട് ഹാപ്പൻഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? എന്താണ് സംഭവിച്ചത്. സോ എന്താണ് സംഭവിച്ചതെന്ന് എന്നോട് പറയൂ. എങ്ങനെ പറയും? ടെൽ മീ വാട്ട് ഹാപ്പൻഡ്. അടുത്തത്, എനിക്ക് ഉറക്കം വരുന്നു. ഐ ആം ഫീലിംഗ് സ്ലീപ്പി. ഐ ആം ഫീലിംഗ് സ്ലീപ്പി. ഫീലിംഗ് സ്ലീപ്പി എന്ന് പറഞ്ഞാൽ ഉറക്കം വരുന്നു എന്നാണ്. സോ എനിക്ക് ഉറക്കം വരുന്നു എന്ന് പറയാനാണ് ഐ ആം ഫീലിംഗ് സ്ലീപ്പി. ഐ ആം ഫീലിംഗ് സ്ലീപ്പി. അടുത്തത്, എനിക്ക് എരിവുള്ള ഭക്ഷണം കഴിക്കാൻ കഴിയില്ല. അതെങ്ങനെ പറയും? എന്തെങ്കിലും കഴിയും എന്ന് പറയണമെങ്കിൽ നമ്മൾ ക്യാൻ ആണ് യൂസ് ചെയ്യുന്നത്. സോ കഴിയില്ല എന്ന് പറയണമെങ്കിലോ ക്യാനോട്ട് യൂസ് ചെയ്യും. ക്യാനോട്ടിനെ ഷോർട്ടാക്കി കാണ്ട് എന്ന് പറയാം. ഇനി എരിവുള്ള ഭക്ഷണം, അതിൻ്റെ ഇംഗ്ലീഷ് എന്താണ്? സ്പൈസി ഫുഡ്. സ്പൈസി ഫുഡ്. ഇനി കഴിക്കുക എന്ന് പറയാനോ ഈറ്റ്. സോ ഇതൊരു സെൻറ്റൻസ് ആയിട്ട് പറയുമ്പം എനിക്ക് എരിവുള്ള ഭക്ഷണം കഴിക്കാൻ കഴിയില്ല എന്നെങ്ങനെ പറയാം? ഐ കാണ്ട് ഈറ്റ് സ്പൈസി ഫുഡ്. ഐ കാണ്ട് ഈറ്റ് സ്പൈസി
food. ഇനി അടുത്തത് അവൻ ക്ഷിപ്രകോപിയാണ്, അതായത് പെട്ടെന്ന് ദേഷ്യം വരുന്ന ഒരാളാണ് എന്ന് പറയണം. അതെങ്ങനെ പറയും? He is very short-tempered. He is very short-tempered. ഷോർട്ട്-ടെമ്പേർഡ് എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ദേഷ്യം വരുന്ന എന്നാണ് മീനിങ്. സോ ഹീ ഈസ് വെരി ഷോർട്ട്-ടെമ്പേർഡ് എന്ന് പറഞ്ഞാൽ അവൻ വളരെ ക്ഷിപ്രകോപിയാണ്, അല്ലെങ്കിൽ അവൻ വളരെ പെട്ടെന്ന് ദേഷ്യം വരുന്ന ഒരാളാണ് എന്നാണ് മീനിങ്. ഇനി അടുത്തത്, നീ എന്താണ് നേരത്തെ വന്നത്? അതെങ്ങനെ ചോദിക്കും? വൈ ഡിഡ് യു കം ഏർലി? വൈ ഡിഡ് യു കം ഏർലി? ഏർലി എന്ന് പറഞ്ഞാൽ നേരത്തെ എന്നാണ്. കം എന്ന് പറഞ്ഞാൽ വരിക. സോ നീ എന്താണ് നേരത്തെ വന്നത് എന്ന് ചോദിക്കാനാണ് വൈ ഡിഡ് യു കം ഏർലി. അടുത്തത്, ഇവിടെ നിന്ന് റെയിൽവേ സ്റ്റേഷൻ എത്ര ദൂരെയാണ് എന്ന് ചോദിക്കണം. അതെങ്ങനെ ചോദിക്കും? ഹൗ ഫാർ ഇസ് റെയിൽവേ സ്റ്റേഷൻ ഫ്രം ഹിയർ? ഹൗ ഫാർ ഇസ് റെയിൽവേ സ്റ്റേഷൻ ഫ്രം ഹിയർ? ഫ്രം ഹിയർ എന്ന് പറഞ്ഞാൽ ഇവിടെ നിന്ന് എന്നാണ് മീനിങ്. ഹൗ ഫാർ എന്ന് പറഞ്ഞാൽ എത്ര ദൂരം എന്നാണ് മീനിങ്. സോ ഹൗ ഫാർ ഇസ് റെയിൽവേ സ്റ്റേഷൻ ഫ്രം ഹിയർ എന്ന് പറഞ്ഞാൽ ഇവിടെ നിന്ന് റെയിൽവേ സ്റ്റേഷൻ എത്ര ദൂരെയാണ് എന്നാണ് മീനിങ്. അടുത്തത്, ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. അതെങ്ങനെ പറയും? ദിസ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ദിസ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഇമ്പോർട്ടൻറ്റ് എന്ന് പറഞ്ഞാൽ പ്രധാനപ്പെട്ട എന്നാണ് മീനിങ്. ദിസ് എന്ന് പറഞ്ഞാൽ ഇത്. സോ ദിസ് ഈസ് വെരി ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞാൽ ഇത് വളരെ പ്രധാനപ്പെട്ടതാണ് എന്നാണ് മീനിങ്. ഇനി അടുത്തത്, അവൾ വിശ്വസ്തയാണ്. അതെങ്ങനെ പറയും? ഷീ ഈസ് ഫെയ്ത്ത്ഫുൾ. ഷീ ഈസ് ഫെയ്ത്ത്ഫുൾ. ഫെയ്ത്ത്ഫുൾ എന്ന് പറഞ്ഞാൽ വിശ്വസ്ത എന്നാണ് മീനിങ്. സോ ഷീ ഈസ് ഫെയ്ത്ത്ഫുൾ എന്ന് പറഞ്ഞാൽ അവൾ വിശ്വസ്തയാണ് എന്നാണ് മീനിങ്. അടുത്തത്, അവൻ ഭാഗ്യവാനാണ്. അതെങ്ങനെയാണ് പറയുന്നത്? ഹീ ഈസ് ലക്കി. ഹീ ഈസ് ലക്കി. ലക്ക് എന്ന് പറഞ്ഞാൽ ഭാഗ്യം എന്നാണ്. ലക്കി എന്ന് പറഞ്ഞാൽ ഭാഗ്യവാൻ. സോ ഹീ ഈസ് ലക്കി എന്ന് പറഞ്ഞാൽ അവൻ ഭാഗ്യവാനാണ് എന്നാണ് മീനിങ്. ഹീ ഈസ് ലക്കി. ഇനി അടുത്തത്, എനിക്കൊരു ചെറിയ ഇടവേള വേണം. അതെങ്ങനെ പറയും? ഐ നീഡ് എ ലിറ്റിൽ ബ്രേക്ക്. ഐ നീഡ് എ ലിറ്റിൽ ബ്രേക്ക്. ബ്രേക്ക് എന്ന് പറഞ്ഞാൽ ഇടവേള എന്നാണ്. എ ലിറ്റിൽ ബ്രേക്ക് എന്ന് പറഞ്ഞാൽ ചെറിയ ഒരു ഇടവേള എന്നാണ്. സോ എനിക്കൊരു ചെറിയ ഇടവേള വേണം എന്ന് പറയാനാണ് ഐ നീഡ് എ ലിറ്റിൽ ബ്രേക്ക്. ഇവിടെ എ ലിറ്റിലിന് പകരമായിട്ട് സ്മോളിങ് യൂസ് ചെയ്യാം. അതിൻ്റെ മീനിങ് ചെറിയ എന്നാണ്. സോ ഐ നീഡ് എ സ്മോൾ ബ്രേക്ക് എന്ന് പറയാം, അല്ലെങ്കിൽ ഐ നീഡ് എ ലിറ്റിൽ ബ്രേക്ക് എന്നും പറയാം. നീ എപ്പോൾ തിരിച്ചു വരും? അതെങ്ങനെ ചോദിക്കും? വെൻ വിൽ യു കം ബാക്ക്? വെൻ വിൽ യു കം ബാക്ക്? കം ബാക്ക് എന്ന് പറഞ്ഞാൽ തിരിച്ചു വരിക എന്നാണ്. സോ നീ എപ്പം തിരിച്ചു വരും എന്ന് ചോദിക്കാനാണ് വെൻ വിൽ യു കം ബാക്ക്. വെൻ എന്ന് പറഞ്ഞാൽ എപ്പോൾ എന്നാണ് മീനിങ്. സോ വെൻ വിൽ യു കം ബാക്ക് എന്ന് പറഞ്ഞാൽ നീ എപ്പോൾ തിരിച്ചു വരും എന്നാണ് മീനിങ്. ഇനി അടുത്ത സെൻറ്റൻസ്, അവർ നിങ്ങളെ ശല്യപ്പെടുത്തുകയില്ല. They will not disturb you. They will not disturb you. Disturb എന്ന് പറഞ്ഞാൽ ശല്യപ്പെടുത്തുക എന്നാണ്. സോ ഇവിടെ അവർ നിന്നെ ശല്യപ്പെടുത്തുകയില്ല എന്ന് പറയാനാണ് they will not disturb you എന്ന് പറഞ്ഞത്. They will not disturb you. അടുത്തത്, അതിവിടെ വെച്ചേക്കൂ. അതെങ്ങനെ പറയും? Keep it here. Keep it here. Here എന്ന് പറഞ്ഞാൽ ഇവിടെ എന്നാണ്. കീപ്പ് എന്ന് പറഞ്ഞാൽ വെക്കുക എന്നാണ്. ഇറ്റ് എന്ന് പറഞ്ഞാൽ അത്. സോ കീപ്പ് ഇറ്റ് ഹിയർ എന്ന് പറഞ്ഞാൽ അത് ഇവിടെ വെച്ചേക്കൂ എന്നാണ് മീനിങ്. കീപ്പ് ഇറ്റ് ഹിയർ. ഇനി അടുത്തത്, എനിക്ക് അത് ശീലമായി. അതെങ്ങനെ പറയും? ഐ ആം യൂസ് ടു ഇറ്റ്. ഐ ആം യൂസ് ടു ഇറ്റ്. യൂസ് ടു ഇറ്റ് എന്ന് പറഞ്ഞാൽ ശീലമായി എന്നാണ്. സോ ഐ ആം യൂസ് ടു ഇറ്റ് എന്ന് പറഞ്ഞാൽ എനിക്കത് ശീലമായി എന്നാണ് മീനിങ്. ഐ ആം യൂസ് ടു ഇറ്റ്. അടുത്തത്, അത് നല്ലതാണോ? അതെങ്ങനെ ചോദിക്കും? ഇസ് ഇറ്റ് ഗുഡ്? ഇസ് ഇറ്റ് ഗുഡ്? ഗുഡ് എന്ന് പറഞ്ഞാൽ നല്ലത് എന്നാണ്. സോ അത് നല്ലതാണോ എന്ന് ചോദിക്കാനാണ് ഇസ് ഇറ്റ് ഗുഡ്. അടുത്തത്, ഞാൻ പറയുന്നത് ശ്രദ്ധയോടെ കേൾക്കുക. ലിസൺ കെയർഫുള്ളി ടു വാട്ട് ഐ സേ. ലിസൺ കെയർഫുള്ളി ടു വാട്ട് ഐ സേ. ലിസൺ കെയർഫുള്ളി എന്ന് പറഞ്ഞാൽ ശ്രദ്ധയോടെ കേൾക്കുക എന്നാണ്, അല്ലെങ്കിൽ ശ്രദ്ധിച്ച് കേൾക്കുക എന്നാണ് മീനിങ്.
ടു വാട്ട് ഐ സേ എന്ന് പറഞ്ഞാൽ ഞാൻ പറയുന്നത്. സോ ലിസൺ കെയർഫുള്ളി ടു വാട്ട് ഐ സേ എന്ന് പറഞ്ഞാൽ ഞാൻ പറയുന്നത് ശ്രദ്ധയോടെ കേൾക്കുക എന്നാണ് മീനിങ്. അടുത്തത് നമുക്ക് ഷോപ്പിങ്ങിന് പോകാം. അതെങ്ങനെ പറയും? ലെറ്റ്സ് ഗോ ഷോപ്പിംഗ്. ലെറ്റ്സ് ഗോ ഷോപ്പിംഗ്. ഇവിടെ ലെറ്റ്സ് എന്നുള്ളത് ലെറ്റസ് എന്നുള്ളതിൻ്റെ ഷോർട്ടാണ്. അതായത് നമുക്ക് എന്നാണ് മീനിങ്. ഗോ എന്ന് പറഞ്ഞാൽ പോവുക. സോ ലെറ്റ്സ് ഗോ ഷോപ്പിംഗ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഷോപ്പിങ്ങിന് പോകാം എന്നാണ്. ഇവിടെ ഗോ കഴിഞ്ഞിട്ട് പ്രത്യേകിച്ച് പ്രപ്പോസിഷൻ്റെ ഒന്നും ആവശ്യമില്ല. ലെറ്റ്സ് ഗോ ഷോപ്പിംഗ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഷോപ്പിങ്ങിന് പോകാം എന്നാണ് മീനിങ്. അടുത്തത് സമയം എത്രയായി? വാട്ട് ടൈം ഇസ് ഇറ്റ്? വാട്ട് ടൈം ഇസ് ഇറ്റ്? ടൈം എന്ന് പറഞ്ഞാൽ സമയം. സോ വാട്ട് ടൈം ഈസ് ഇറ്റ് എന്ന് പറഞ്ഞാൽ സമയം എത്രയായി എന്നാണ്. വാട്ട് ടൈം ഇസ് ഇറ്റ്. അടുത്തത് എനിക്ക് നിന്നെ എങ്ങനെ വിശ്വസിക്കാനാകും? ഹൗ ക്യാൻ ഐ ട്രസ്റ്റ് യു? ഹൗ ക്യാൻ ഐ ട്രസ്റ്റ് യു? ട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ വിശ്വസിക്കുക എന്നാണ്. സോ ഹൗ ക്യാൻ ഐ ട്രസ്റ്റ് യു എന്ന് പറഞ്ഞാൽ എനിക്ക് നിന്നെ എങ്ങനെ വിശ്വസിക്കാനാകും എന്നാണ്. ഹൗ ക്യാൻ ഐ ട്രസ്റ്റ് യു. അടുത്തത് ഞാൻ ഓഫീസിൽ പോയില്ല. അതെങ്ങനെ പറയും? ഐ ഡിഡൻറ്റ് ഗോ ടു ദ ഓഫീസ്. ഐ ഡിഡൻറ്റ് ഗോ ടു ദ ഓഫീസ്. ഗോ എന്ന് പറഞ്ഞാൽ പോവുക എന്നാണ്. അപ്പം ഡിഡൻറ്റ് ഗോ എന്ന് പറഞ്ഞാൽ പോയില്ല എന്നാണ്. സോ ഐ ഡിഡൻറ്റ് ഗോ ടു ദ ഓഫീസ് എന്ന് പറഞ്ഞാൽ ഞാൻ ഓഫീസിൽ പോയില്ല എന്നാണ് മീനിങ്. ഇനി അടുത്തത് അത് സ്പഷ്ടമാണ് അല്ലെങ്കിൽ അത് വ്യക്തമാണ്. അതെങ്ങനെ പറയും? ഇറ്റ്സ് ഒബ്വിയസ്. ഇറ്റ്സ് ഒബ്വിയസ്. ഒബ്വിയസ് എന്ന് പറഞ്ഞാൽ വ്യക്തമായ അല്ലെങ്കിൽ സ്പഷ്ടമായ എന്നൊക്കെയാണ് മീനിങ്. സോ ഇറ്റ് ഈസ് ഒബ്വിയസ് എന്ന് പറഞ്ഞാൽ അത് സ്പഷ്ടമാണ് എന്നാണ്. ഇവിടെ ഇറ്റ് ഈസ് എന്നുള്ള ഷോർട്ട് ആക്കിയിട്ടാണ് ഇറ്റ്സ് എന്ന് പറഞ്ഞത്. ഇറ്റ്സ് ഒബ്വിയസ്. അടുത്തത് അവൾ സംഗീതം ഇഷ്ടപ്പെടുന്നു. അതെങ്ങനെ പറയും? ഷീ ഈസ് ഫോണ്ട് ഓഫ് മ്യൂസിക്. ഷീ ഈസ് ഫോണ്ട് ഓഫ് മ്യൂസിക്. ഫോണ്ട് ഓഫ് എന്ന് പറഞ്ഞാൽ ഇഷ്ടമായിരിക്കുക എന്നാണ് മീനിങ്. മ്യൂസിക് എന്ന് പറഞ്ഞാൽ സംഗീതം. സോ ഷീ ഈസ് ഫോണ്ട് ഓഫ് മ്യൂസിക് എന്ന് പറഞ്ഞാൽ അവൾ സംഗീതം ഇഷ്ടപ്പെടുന്നു എന്നാണ് അർത്ഥം. അടുത്തത് ഞാൻ നിങ്ങളിൽ അഭിമാനിക്കുന്നു. അതെങ്ങനെ പറയും? ഐ ആം പ്രൗഡ് ഓഫ് യു. ഐ ആം പ്രൗഡ് ഓഫ് യു. പ്രൗഡ് എന്ന് പറഞ്ഞാൽ അഭിമാനം എന്നാണ്. സോ ഐ ആം പ്രൗഡ് ഓഫ് യു എന്ന് പറഞ്ഞാൽ ഞാൻ നിങ്ങളിൽ അഭിമാനിക്കുന്നു എന്നാണ് അർത്ഥം. ഇനി അടുത്തത് അവർക്ക് വളരെ സന്തോഷമായിരിക്കും. അതെങ്ങനെ പറയും? ദേ വിൽ ബി വെരി ഹാപ്പി. ദേ വിൽ ബി വെരി ഹാപ്പി. ഹാപ്പി എന്ന് പറഞ്ഞാൽ സന്തോഷം എന്നാണ്. ആയിരിക്കും എന്ന് പറയാനാണ് വിൽ ബി യൂസ് ചെയ്തത്. സോ ദേ വിൽ ബി വെരി ഹാപ്പി എന്ന് പറഞ്ഞാൽ അവർക്ക് വളരെ സന്തോഷമായിരിക്കും എന്നാണ് മീനിങ്. അടുത്തത് നിന്റെ സമയം പാഴാക്കരുത്. അതെങ്ങനെ പറയും? ഡോണ്ട് വേസ്റ്റ് യുവർ ടൈം. ഡോണ്ട് വേസ്റ്റ് യുവർ ടൈം. വേസ്റ്റ് എന്ന് പറഞ്ഞാൽ പാഴാക്കുക എന്നാണ് മീനിങ്. സോ ഡോണ്ട് വേസ്റ്റ് യുവർ ടൈം എന്ന് പറഞ്ഞാൽ നിന്റെ സമയം പാഴാക്കരുത് എന്നാണ് അർത്ഥം. ഇനി അടുത്തത് പ്രത്യേകിച്ചൊന്നുമില്ല. നത്തിങ് സ്പെഷ്യൽ. നത്തിങ് സ്പെഷ്യൽ. സ്പെഷ്യൽ എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് എന്നാണ്. നത്തിങ് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല. സോ നത്തിങ് സ്പെഷ്യൽ എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ചൊന്നുമില്ല എന്നാണ് അർത്ഥം. ഇനി അടുത്തത് നമ്മളിങ്ങനെ ചോദിക്കത്തില്ലേ, ആർക്കറിയാം? അതെങ്ങനെ പറയും? ഹൂ നോസ്. ഹൂ നോസ്. ഹൂ എന്ന് പറഞ്ഞാൽ ആര് എന്നാണ്. നോ എന്ന് പറഞ്ഞാൽ അറിയുക എന്നാണ്. സോ ആർക്കറിയാം എന്ന് ചോദിക്കാനാണ് ഹൂ നോസ്. അടുത്തത് നീ പറഞ്ഞത് തികച്ചും ശരിയാണ്. യു ആർ അബ്സല്യൂട്ട്ലി റൈറ്റ്. യു ആർ അബ്സല്യൂട്ട്ലി റൈറ്റ്. റൈറ്റ് എന്ന് പറഞ്ഞാൽ ശരി എന്നാണ്. അബ്സല്യൂട്ട്ലി റൈറ്റ് എന്ന് പറഞ്ഞാൽ തികച്ചും ശരിയാണ് എന്നാണ്. സോ നിങ്ങൾ പറഞ്ഞത് തികച്ചും ശരിയാണ് എന്ന് പറയാൻ യു ആർ അബ്സല്യൂട്ട്ലി റൈറ്റ്. ഇനി അതിന് എത്ര സമയം എടുക്കും? അതെങ്ങനെ ചോദിക്കും? ഹൗ ലോങ് വിൽ ഇറ്റ് ടേക്ക്. ഹൗ ലോങ് വിൽ ഇറ്റ് ടേക്ക്. ടേക്ക് എന്ന് പറഞ്ഞാൽ എടുക്കുക എന്നാണ്. ഹൗ ലോങ് എന്ന് പറഞ്ഞാൽ എത്ര സമയം എന്നാണ്. സോ എത്ര സമയം എടുക്കും അതിന് എന്ന് ചോദിക്കാനാണ് ഹൗ ലോങ് വിൽ ഇറ്റ് ടേക്ക്. ഇനി നമ്മൾ എന്തെങ്കിലുമൊക്കെ പറയുമ്പം ആ കാര്യം ചിരിച്ചു തള്ളിക്കളയരുത് എന്ന് നമ്മൾ പറയത്തില്ലേ? അതെങ്ങനെയാണ് പറയുന്നത്? ചിരിച്ചു തള്ളിക്കളയുക എന്ന് പറയാൻ യൂസ് ചെയ്യുന്ന ഫ്രേസാണ് ലാഫ് അവേ. അപ്പം
ഡോണ്ട് ലാഫ് അവേ ദാറ്റ് മാറ്റർ എന്ന് പറഞ്ഞാൽ ആ കാര്യം ചിരിച്ചു തള്ളി കളയരുത് എന്നാണ് മീനിങ്. മാറ്റർ എന്ന് പറഞ്ഞാൽ കാര്യം. സോ ഡോണ്ട് ലാഫ് അവേ ദാറ്റ് മാറ്റർ എന്ന് പറഞ്ഞാൽ ആ കാര്യം ചിരിച്ചു തള്ളി കളയരുത് എന്നാണ് അർത്ഥം. അടുത്തത്, നീ എന്താണ് വല്ലാതെ സങ്കടപ്പെട്ടിരിക്കുന്നത്? അതെങ്ങനെ ചോദിക്കും? വൈ ആർ യു സോ സാഡ്? വൈ ആർ യു സോ സാഡ്? സാഡ് എന്ന് പറഞ്ഞാൽ സങ്കടകരമായ എന്നാണ് മീനിങ്. സോ വൈ ആർ യു സോ സാഡ് എന്ന് പറഞ്ഞാലോ നീ എന്തിനാണ് വല്ലാതെ സങ്കടപ്പെട്ടിരിക്കുന്നത് എന്നാണ് മീനിങ്. ഇനി അടുത്തത്, അതിന് അധിക സമയം എടുക്കില്ല. അതെങ്ങനെ പറയും? ഇറ്റ് വിൽ നോട്ട് ടേക്ക് ലോങ്. ഇറ്റ് വിൽ നോട്ട് ടേക്ക് ലോങ്. വിൽ നോട്ട് ഷോർട്ടാക്കി നമുക്ക് വോണ്ട് എന്ന് പറയാം. ഇറ്റ് വോണ്ട് ടേക്ക് ലോങ്. ടേക്ക് ലോങ് എന്ന് പറഞ്ഞാൽ അധിക സമയം എടുക്കുക എന്നാണ് മീനിങ്. സോ ഇറ്റ് വോണ്ട് ടേക്ക് ലോങ് എന്ന് പറഞ്ഞാൽ അധിക സമയം എടുക്കില്ല എന്നാണ് അർത്ഥം. ഇനി അടുത്തത്, നീ തയ്യാറായോ? അതെങ്ങനെ ചോദിക്കും? ആർ യു റെഡി? ആർ യു റെഡി? റെഡി എന്ന് പറഞ്ഞാൽ തയ്യാറാകുക എന്നാണ് മീനിങ്. സോ ആർ യു റെഡി എന്ന് ചോദിച്ചാൽ നീ തയ്യാറായോ എന്നാണ് അർത്ഥം. ഇനി അടുത്തത്, നിങ്ങൾ അത് രഹസ്യമായി സൂക്ഷിക്കേണ്ടതായിരുന്നു. അതെങ്ങനെ പറയും? ഇങ്ങനത്തെ സെൻറ്റൻസുകൾ വരുമ്പോൾ, അതായത് ചെയ്യേണ്ടതായിരുന്നു, സൂക്ഷിക്കേണ്ടതായിരുന്നു, പറയേണ്ടതായിരുന്നു, ഇങ്ങനെ പറയുന്ന സെൻറ്റൻസുകൾ പറയാൻ നമ്മൾ ഷുഡ് ഹാവ് ആണ് യൂസ് ചെയ്യേണ്ടത്. സോ നീ അത് രഹസ്യമായി സൂക്ഷിക്കേണ്ടതായിരുന്നു എന്ന് പറയാൻ യു ഷുഡ് ഹാവ് കെപ്റ്റ് ഇറ്റ് എ സീക്രട്ട്. യു ഷുഡ് ഹാവ് കെപ്റ്റ് ഇറ്റ് എ സീക്രട്ട്. ഷുഡ് ഹാവ് വരുമ്പം എപ്പോഴും ഓർക്കുക V3 ഫോം ഓഫ് ദ വേർബാണ് വേണ്ടത്. ഇവിടെ കീപ്പ് എന്ന വേർബിൻ്റെ V3 ഫോം കെപ്റ്റ് ആണ്. കീപ്പ് എ സീക്രട്ട് എന്ന് പറഞ്ഞാൽ രഹസ്യം പുറത്തു പറയാതെ സൂക്ഷിക്കുക എന്നാണ് അർത്ഥം. ഇനി നമ്മളിങ്ങനെ പറയത്തില്ലേ, വളരെ വൈകി അല്ലെങ്കിൽ വളരെ വൈകിയിരിക്കുന്നു. അതെങ്ങനെ പറയും? ഇറ്റ്സ് വെരി ലേറ്റ്. ഇറ്റ്സ് വെരി ലേറ്റ്. ലേറ്റ് എന്ന് പറഞ്ഞാൽ താമസിക്കുക, വൈകുക എന്നൊക്കെയാണ് മീനിങ്. സോ ഇറ്റ്സ് വെരി ലേറ്റ് എന്ന് പറഞ്ഞാൽ വളരെ വൈകിയിരിക്കുന്നു എന്നാണ് മീനിങ്. ഇനി നമ്മളിങ്ങനെ പറയത്തില്ലേ, ഇത് ഇച്ചിരി കൂടുതലാണ്. അതെങ്ങനെ പറയും? ഇറ്റ്സ് ടു മച്ച്. ഇറ്റ്സ് ടു മച്ച് എന്ന് പറഞ്ഞാൽ ഇത് ഇച്ചിരി കൂടുതലാണ്, അതായത് ഇത് അന്യായമാണ് എന്നുള്ള ഒരു മീനിങ് ആണ്. ഇറ്റ്സ് ടു മച്ച്. ഇനി അടുത്തത്, നിന്റെ ആരോഗ്യം എങ്ങനെയുണ്ട്? അതെങ്ങനെ ചോദിക്കും? ഹൗ ഈസ് യുവർ ഹെൽത്ത്? ഹൗ ഈസ് യുവർ ഹെൽത്ത്? ഹെൽത്ത് എന്ന് പറഞ്ഞാൽ ആരോഗ്യം, ഹൗ എന്ന് പറഞ്ഞാൽ എങ്ങനെ. സോ നിന്റെ ആരോഗ്യം എങ്ങനെയുണ്ട് എന്ന് ചോദിക്കാനാണ് ഹൗ ഈസ് യുവർ ഹെൽത്ത്. ഹൗ ഈസ് യുവർ ഹെൽത്ത്. ഇനി അടുത്തത്, നിങ്ങൾ എവിടെയാണ് താമസിക്കുന്നത്? അല്ലെങ്കിൽ നിങ്ങൾ എവിടെ താമസിക്കുന്നു എന്ന് നമ്മൾ ചോദിക്കത്തില്ലേ? അതെങ്ങനെ ചോദിക്കും? വേർ ഡു യു ലിവ്? വേർ ഡു യു ലിവ്? ലിവ് എന്ന് പറഞ്ഞാൽ താമസിക്കുക എന്നാണ്. വേർ എന്ന് പറഞ്ഞാൽ എവിടെ എന്നാണ്. സോ വേർ ഡു യു ലിവ് എന്ന് ചോദിച്ചാൽ നിങ്ങൾ എവിടെ താമസിക്കുന്നു എന്നാണ് മീനിങ്. വേർ ഡു യു ലിവ്. ഇനി അടുത്തത്, അത് അവിശ്വസനീയമാണ്. അതെങ്ങനെ പറയും? ഇറ്റ്സ് അൺബിലീവബിൾ. ഇറ്റ്സ് അൺബിലീവബിൾ എന്ന് പറഞ്ഞാൽ അത് അവിശ്വസനീയമാണ് എന്നാണ് മീനിങ്. അൺബിലീവബിൾ എന്ന് പറഞ്ഞാൽ അവിശ്വസനീയം എന്നാണ് അർത്ഥം. സോ ഇറ്റ്സ് അൺബിലീവബിൾ എന്ന് പറഞ്ഞാൽ അത് അവിശ്വസനീയമാണ് എന്നാണ് മീനിങ്. ഇനി അടുത്തത്, ഞാൻ രാവിലെ 6 മണിക്ക് ഉണരും. അതെങ്ങനെ പറയും? ഇത് നമ്മൾ ഡെയിലി ചെയ്യുന്ന ഒരു കാര്യമാണ് അല്ലേ, അതുകൊണ്ട് തന്നെ നമുക്കത് സിമ്പിൾ പ്രസൻറ്റ് ടെൻസിൽ പറയാം. സോ ഉണരുക എന്ന് പറയാൻ വേക്കപ്പ്. സോ ഐ വേക്കപ്പ് അറ്റ് 6 in the morning. ഐ വേക്കപ്പ് അറ്റ് 6 in the morning എന്ന് പറഞ്ഞാൽ ഞാൻ രാവിലെ 6 മണിക്ക് ഉണരും എന്നാണ് മീനിങ്. ഇനി ഇതെങ്ങനെ പറയും? ഞാൻ ഇന്ന് രാവിലെ താമസിച്ചാണ് ഉണർന്നത്. സോ ഇത് കഴിഞ്ഞു പോയ ഒരു കാര്യമാണ് അല്ലേ. അപ്പം വേക്കപ്പിൻ്റെ പാസ്റ്റ് ടെൻസ് ആയ വോക്കപ്പ് യൂസ് ചെയ്യണം. ഐ വോക്കപ്പ് ലേറ്റ് ദിസ് മോർണിംഗ്. ഇന്ന് രാവിലെ എന്ന് പറയാൻ ദിസ് മോർണിംഗ് എന്നാണ് പറയേണ്ടത്. സോ ഐ വോക്കപ്പ് ലേറ്റ് ദിസ് മോർണിംഗ്. ലേറ്റ് എന്ന് പറഞ്ഞാൽ താമസിച്ച്. സോ ഇന്ന് രാവിലെ ഞാൻ താമസിച്ചാണ് ഉണർന്നത് എന്ന് പറയാൻ ഐ വോക്കപ്പ് ലേറ്റ് ദിസ് മോർണിംഗ്. തീർച്ചയായിട്ടും ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് കരുതുന്നു. ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. കൂടുതൽ വീഡിയോസ് ലഭിക്കുന്നതിനായിട്ട് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സോ പുതിയൊരു ടോപ്പിക്കുമായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു ആൻഡ് സ്റ്റേ സേഫ്.